ഹായ്! അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നല്ല തിക്കും തിരക്കും പിടിച്ച ദിവസമായിരുന്നു ട്ടോ. അപ്പോൾ ഒക്കെ തിക്കും തിരക്കും കൂട്ടിയിട്ടാണ് എല്ലാം ചെയ്തത്. പക്ഷേ പണികളൊന്നും കാര്യമായിട്ട് നടന്നില്ല. അപ്പോൾ മോട്ടർ നന്നാക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ മോട്ടർ നന്നാക്കാനായിട്ട് വന്നു. അപ്പോൾ മോട്ടർ നന്നാക്കാൻ വന്ന കാരണം നമ്മുടെ പണികളൊക്കെ കറി വെക്കൽ മാത്രമേ രാവിലെ ചോറും കറിയും വെക്കൽ മാത്രമേ രാവിലെ നടന്നുള്ളൂ കാര്യമായിട്ട്. രാവിലെ മോട്ടർ നന്നാക്കാനായിട്ട് വന്നിട്ട് 1 മണിയൊക്കെ കഴിഞ്ഞു ട്ടോ മോട്ടർ നന്നാക്കി കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതിൻ്റെ തിരക്കും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം രാവിലെ തട്ടി കൂട്ടിയിട്ടൊരു കറിയാണ് വെച്ചത്, ഒരു ഉപ്പേരിക്കറിയാണ് വെച്ചത് ചോറിന് കഴിക്കാനായിട്ട്. അപ്പോൾ രാവിലെ കറി വെക്കാനായിട്ട് ഫ്രിഡ്ജിൽ കുഞ്ഞ് കഷ്ണം പടവലങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു, പിന്നെ ഒരു കഷ്ണം കായ് ഇരിക്കുന്നുണ്ടായിരുന്നു ചെറുത്ത്, പിന്നെ 2 കുഞ്ഞ് ക്യാരറ്റ്, പിന്നെ കുറച്ച് പയറും ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. ഉപ്പേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഴുക്ക് പുരട്ടിയില്ലേ അത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേവിക്കല്ല കേട്ടോ ചെയ്തത്. ചീഞ്ചട്ടി കയറ്റി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയപ്പോൾ അരിഞ്ഞു വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് മൂപ്പിച്ച് അതിലേക്കാണ് നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കണ കഷ്ണങ്ങളൊക്കെ ഇട്ടത് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു വിട്ടാ. കായുള്ള കാരണം വേവാൻ കുറച്ച് ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചിട്ടാണ് വെള്ളം ഒഴിച്ചത്. അപ്പോൾ പൊടിയുപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കല്ലുപ്പാണ് ഇട്ടത്. അപ്പോൾ കല്ലുപ്പും അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി അതൊക്കെ കഷ്ണങ്ങളൊക്കെ വെന്ത് ചാറൊക്കെ വെള്ളം ചാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒഴിച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചു കേട്ടോ. അപ്പോൾ അമ്മ അതിനിടയ്ക്ക് അരി വാർക്കണ പരിപാടികളൊക്കെ അവിടെ ചെയ്യണുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജാതിക്കായ വീണിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് പോയി. അപ്പോൾ അതൊന്നും പിടിച്ചില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ വെള്ളമൊക്കെ വറ്റി നമ്മുടെ കറി പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ വാങ്ങി വെച്ച് കഴിഞ്ഞിട്ട് കഞ്ഞിയൊക്കെ കുടിച്ചു. അപ്പോൾ ഇന്ന് രാവിലെ ആ 2 പണി മാത്രമേ നടന്നുള്ളൂ. അപ്പോൾ മോട്ടർ നന്നാക്കാൻ ആൾ വന്നിട്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് കാരണം അപ്പോൾ അമ്മ അരിയൊക്കെ വാർത്ത് വെച്ചിട്ട് ആ മോട്ടർ നന്നാക്കുന്നിടത്തേക്ക് പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മോട്ടർ നന്നാക്കി ഉച്ചയൊക്കെ ആയപ്പോൾ ആ ചേട്ടൻ പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോൾ അടിച്ചു വാരാണ് കേട്ടോ ഞാൻ. ഒക്കെ അടിച്ചു വാരി കഴിഞ്ഞിട്ട് മുറ്റത്ത് അടിച്ചു വാരാനായിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേ അപ്പം വരുന്ന്. ഞാൻ അടിച്ചു വാരിക്കൊണ്ട് നിൽക്കല അപ്പം വന്നു കേട്ടോ. അപ്പോൾ അപ്പനോട് പൊട്ടുകടല വാങ്ങിയിട്ട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോൾ. അപ്പോൾ പൊട്ടുകടല കിട്ടിയില്ല, പൊട്ടുകടല കടയിൽ ഉണ്ടായില്ല. പകരം കപ്പലണ്ടിയാണ് കിട്ടിയതെന്നാണ് പറഞ്ഞത്. നല്ല എരിവുള്ള കപ്പലണ്ടിയായിരുന്നു. അപ്പോൾ അതാണ് കിട്ടിയതെന്നാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ പറയുന്നതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. രാവിലെ വെച്ച ഉപ്പേരിക്കറി മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും കറി വേണമല്ലോ, ചോറുണ്ണാനായിട്ട് എന്തായാലും കറി വേണമല്ലോ. അപ്പോൾ കായും മാങ്ങയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 2-3 മുരിങ്ങക്കായും പിന്നെ ഒരു മാങ്ങയും എടുത്തിട്ട് നല്ല പുളിയാട്ടോ മാങ്ങയ്ക്ക്. അപ്പോൾ ഒരു ചെറിയ മാങ്ങയാണ് എടുത്തത്. അപ്പോൾ ഒരു മാങ്ങ എടുത്തിട്ട് മാങ്ങയും മുരിങ്ങക്കായൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞ് നന്നായിട്ട് വെള്ളത്തിൽ ഒരു 2-3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയിട്ട് നന്നായിട്ട് കഴുകിയിട്ടാണ്. അപ്പോൾ വെള്ളത്തിൽ കഴുകിയിട്ട് അത് വയ്ക്കാനുള്ള അടുപ്പുമ്മ വയ്ക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അപ്പൻ അവിടെ പപ്പടം കൂട്ടി ചായ കുടിക്കണമെന്ന് പറഞ്ഞിട്ട് ഗ്യാസുമ്മ പപ്പടം കാച്ചാട്ടാ. വിറകടുപ്പുമ്മ കറി വെക്കണ കാരണം ഗ്യാസ് അടുപ്പുമ്മ കാച്ചിക്കോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗ്യാസ് അടുപ്പുമ്മ കാച്ചിയിട്ട് അത് കൂട്ടി ചായ കുടിക്കാനുള്ള പരിപാടിയിലാട്ടോ. അപ്പൻ അങ്ങനെ പപ്പടമൊക്കെ കാച്ചി അങ്ങനെ പപ്പടമൊക്കെ കൂട്ടി വേറെ എന്തുണ്ടായാലും പപ്പടം കൂട്ടി ചായ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ അവിടെ കഷ്ണങ്ങളൊക്കെ കഴുകി വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പിട്ട് വേവാനായിട്ട് വെച്ചു. മഞ്ഞൾപ്പൊടി ഇട്ടില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി ആ മൂപ്പിക്കണ നേരത്താണ് ഞാൻ ഇടാറ്. അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്നപ്പോൾ അത് വാങ്ങി വെച്ചിട്ട് ചീഞ്ചട്ടി കയറ്റി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായപ്പോൾ അതിലേക്ക് ഉള്ളി മൂപ്പിച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ഒരു നുള്ളിട്ടുള്ളൂ. അത് മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് മുളക് പൊടി എരിവിന് ആവശ്യത്തിനിട്ട് അത് മൂപ്പിച്ച് അതിലേക്ക് കറി ഒഴിച്ച് കറിയിൽ വെള്ളം ഇത്തിരി കൂടുതലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വറ്റിക്കാനായിട്ട് വെച്ചു. വറ്റിക്കാന്ന് വെച്ചാൽ ഒന്ന് കുറുതാക്കി എടുക്കാനായിട്ട് വെച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് കുറുതായി വന്നു കഴിഞ്ഞപ്പോൾ അത് വാങ്ങി വെച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും പറയണ പോലെ ലൈക്കും ചെയ്യണം, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങൾ മറക്കില്ല എന്നറിയാം, എന്നാലും പറഞ്ഞതാട്ടാ.